ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തെക്കോടൊക്കെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ വാരി വിതറുക. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറത്തിൻ്റെ കൊണ്ടോട്ടിയുടെ സ്വന്തം മിനിയൂട്ടിയിലേക്കാണ്. അപ്പോൾ മിനിയൂട്ടിയുടെ കാഴ്ചകളും എല്ലാ വ്യൂ പോയിൻറ്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യഥാർത്ഥമായിട്ടുള്ള മിനിയൂട്ടി എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ കാണുന്ന മലയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് ആ മലയുടെ ഒരു ചെറിയൊരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ മിനിയൂട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട്. കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഹൈവേയിൽ നിന്നും കോളനി റോഡ് വഴി അങ്ങനെ കയറാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് മുസ്ലിയാരങ്ങാടി വഴി അങ്ങനെയും വരാം. അതുപോലെ തന്നെ വേങ്ങര വഴി വരുന്നവർക്ക് അങ്ങനെ വരാം. പിന്നെ കക്കാട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഹൈവേയിൽ നിന്നും വരുന്നവർക്ക് കക്കാട് നിന്നും കുന്നമ്പുറം വഴി കയറി വേങ്ങര ടച്ച് ചെയ്ത് അങ്ങനെ വരാം. അങ്ങനെ ഒരുപാട് വഴികൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് മുസ്ലിയാരങ്ങാടി വഴി കയറി NH കോളനി റോഡ് വഴി തിരിച്ചിറങ്ങാനാണ്. അതായത് ഈ കാണുന്ന മലയുടെ ഒരു വശത്തു കൂടെ കയറി മറ്റൊരു വശത്തു കൂടെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ റോഡ് തുടങ്ങുന്നത് പാലക്കാട് ഹൈവേയിൽ നിന്നും മുസ്ലിയാരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട് ഡയറക്ഷനിൽ വലത്തോട്ട് തിരിഞ്ഞിട്ട് താഴോട്ടുള്ള റോഡാണ്. ആ റോഡിന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, മിനിയൂട്ടി എന്നും പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ് തൊട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയുന്ന റോഡുണ്ട്. ആ റോഡിന് നേരെ ചെല്ലുന്നത് ഈ മിനിയൂട്ടിയിലേക്കാണ്. പിന്നെ മറ്റൊരു മുൻകൂർ ജാമ്യം ഞാൻ ആദ്യം തന്നെ എടുക്കുകയാണ്. ഈ റോഡ് കുറച്ച് ചെറുതായിട്ട് മോശമാണ്. അപ്പോൾ നന്നായിട്ട് ജർക്ക് ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ എനിക്ക് കയ്യിന് ബാലൻസ് കിട്ടാനായിട്ട് വീഡിയോയും ചെറുതായിട്ട് ജർക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കണ്ടോ ആ മലയുടെ ഒരു ചിത്രം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നിട്ടുള്ള ആ മലയുടെ ഫുള്ള് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. നല്ല ഹൈറ്റിൽ ആ മല അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറാനൊരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് വരിക, അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വരിക. അപ്പോൾ ഉള്ള ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞ് ആസ്വദിക്കണം, കോടമഞ്ഞ് ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഒരു മഴ കഴിഞ്ഞ് തോരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇത്രയും ഒരു സീനറി നമ്മൾ കോളനി റോഡ് വഴി കയറുമ്പം കിട്ടാനില്ല. ഈ റോഡിന് വന്നു കഴിഞ്ഞാലാണ് നല്ല അടിപൊളി സീനറികളും കാഴ്ചകളും നല്ല അടിപൊളി വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡ് കുറച്ച് മോശമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ ഒരുപാട് പാറക്കോറികളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ലോറികളുടെ മരണപ്പാച്ചിൽ കൊണ്ടായിരിക്കും ഈ റോഡ് ഇങ്ങനെ ആയിപ്പോയത്. ഇതിൽ മോശമായിരുന്നു, ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലയുടെ ഒരു ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കയറുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫുള്ള് ഒരു തണുത്ത കാറ്റും ഒരു തണുത്തൊരു കാലാവസ്ഥയൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും കൂടുതൽ കയറുന്തോറും നമുക്കൊരു ആ ഒരു ഫീല് നമുക്കിങ്ങനെ കിട്ടും. ശരിക്കും ഒരു ചെറിയൊരു വയനാട് ട്രിപ്പ് പോകുന്ന ഒരു ഫീല് നമുക്ക് ഈ വഴി കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ മിനിയൂട്ടി എന്നുള്ള പേര് വന്നത് തന്നെ അങ്ങനെയാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതി കിടക്കുന്നതും അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളും വ്യൂ ഒക്കെ തന്നെയാണ് ഇതിന് മിനിയൂട്ടി എന്നുള്ള പേര് വരാൻ കാരണം. അതല്ലെങ്കിൽ ഇത് അരിമ്പ്രമല എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. അരിമ്പ്രമലേൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ വേറെ 2 മലകളുണ്ട്, അരിമ്പ്രമല, ചെരിപ്പടിമല, തിരുവോണമല. ഇങ്ങനെ 3 മലകളുടെയും വ്യൂ പോയിൻറ്റുകൾ കൂടിയതാണ് മിനിയൂട്ടി. അല്ലാണ്ട് മിനിയൂട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിൻ്റ് മാത്രമല്ല, ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കൂടിയ കാഴ്ചകൾ കൂടിയ സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ റോഡിന് വരുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണിത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച അതിമനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ മല ചുറ്റി നമുക്ക് അപ്പുറത്തേക്കാണ് നമുക്ക് എത്താനുള്ളത്. ഈ റോഡിന് വരുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ പോയിൻറ്റും ഇത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. എല്ലാവരും ഈ വഴി വരികയാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയാൽ മതി. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിമ്പമലൻ്റെ ഒരു സൈഡിലാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് അരിമ്പമലൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇത് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത്. ഇതിങ്ങനെ ചുറ്റി ചുറ്റി ആ ബാക്കിൽ കാണുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് എത്തണം. അതിങ്ങനെ ഈ മല മൊത്തം ചുറ്റി അപ്പുറം ഭാഗത്തേക്കാണ് നമ്മളെത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ലൈറ്റ് പോകുന്നതിന് മുമ്പ് അവിടേക്കൊന്ന് കയറിയിട്ട് ആ ഭാഗത്തേക്ക് വരാം. സൂര്യൻ നന്നായിട്ട് കണ്ണിലേക്ക് കുത്തുന്നുണ്ട്, അതാണ് കേട്ടോ ഈ ലുക്കിൽ. നേരത്തെ കണ്ട വ്യൂ പോയിൻറ്റിന് തൊട്ട് മുകളിലായിട്ട് കിട്ടിയ മറ്റൊരു വ്യൂ പോയിൻ്റാണിത്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഹരിതാപമായിട്ടുള്ള പച്ച പരവതാനി വിരിച്ചിങ്ങനെ പ്രകൃതി ഒരുക്കി വെച്ച ഈ കാഴ്ചകളൊക്കെ കണ്ടില്ലെങ്കിൽ മിസ്സായി തന്നെയല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴിയൊക്കെ വന്ന് കാണേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ അവിടെ കണ്ടോ, മേഘം വന്നിട്ട് തണൽ വിരിച്ചിങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കണ്ടോ. ആ മേഘത്തിൻ്റെ തണലാണ് അവിടെ കാണുന്നത്. അതിങ്ങനെ മൂവ് ആവുന്നത് നമുക്കിങ്ങനെ കാണാം. മറ്റെവിടെയും ആ തണലില്ല, അവിടെ മാത്രം അതിങ്ങനെ മൂവ് ആവുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ കട്ട മേഘങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഈ മേഘങ്ങളൊക്കെയാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് കോടമഞ്ഞായിട്ട് കയറുന്നത്. അപ്പോഴുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. അപ്പം നമുക്കിങ്ങനെ സീനറി കാണാൻ പറ്റില്ല, എങ്കിലും ആ കോടമഞ്ഞ് ഇറങ്ങുന്ന കാഴ്ചകൾ കാണാൻ തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് കയറുന്നുണ്ട്. ചെറിയൊരു മഴ പെയ്ത് തോരുന്ന സമയമൊക്കെ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നന്നായിട്ട് മഞ്ഞ് ആസ്വദിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. നേരെ പോട്ടെ, ഇതെൻ്റെ കൂടെ വന്ന ആൾ. അപ്പോൾ മറ്റൊരു വ്യൂ പോയിൻറ്റും തേടിയിട്ടുള്ള നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കാടാണ്. നമ്മുടെ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ തന്നെ രണ്ട് വശവും കാടാണ്, വീടുകളൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് കോറികളാണ്. കോറികൾ ഇഷ്ടം പോലെ ഇതിന് മുകളിലുണ്ട്. ഒരു 10-20 കോറിയെങ്കിലും ഇതിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഒരുവിധപ്പെട്ട ഈ മലയുടെ ആണികളൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാൽ ഇവിടെ ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കവളപ്പാറ ഉരുൾപൊട്ടലുണ്ടായ ആ സമയത്ത് ഇവിടെയും ഒരുപാട് പ്രതിഷേധവും സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ലൈസൻസ് ഇല്ലാത്ത ഏതൊക്കെയോ പാറക്കോറികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ നാടല്ലേ, എല്ലാം കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ അങ്ങ് ഒതുക്കപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും പിന്നെ പിന്നീട് അതൊന്നും കണ്ടില്ല, എല്ലാം ഒതുങ്ങിപ്പോയി. ഇവിടെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് കാട്ടുപോത്തിനെ കാണാത്തവർ കണ്ടോളി. നാട്ടിലെ പോത്താണ്. നാട്ടിലെ പോത്ത് കാട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ പാറക്കോറികൾ ഇന്ന്. ഇവിടെ നല്ല പുകപടലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞൊക്കെ ഇറങ്ങി, ഇനിയിപ്പോൾ അതൊക്കെ കാണാലോ, ഭാഗ്യം എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവിടെ പാറക്കോറി കണ്ടത്. പാറക്കോറിയിൽ നിന്നുള്ള പൊടിപടലത്തിൻ്റെ ഒരു പുകമൂടലായിരുന്നു ആ കണ്ടത്. ആകെക്കൂടി ഒരു പുകട്ടൂടൽ. ആ ഒരു പൊടിപടലം നമുക്കിവിടെ അഭംഗി സൃഷ്ടിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതവിടെ പൊടി പറക്കല്ലാതെ വേറെ നിവർത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കോറീൻ്റെ ക്രഷറാണ് ആ കാണുന്നത്. അവിടെ നിന്നുള്ള സൗണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള മറ്റൊരു വ്യൂ പോയിൻ്റാണ്. അടിപൊളി വ്യൂ ആണ്. നമുക്ക് എത്രയോ കിലോമീറ്റർ കണക്കിന് അപ്പുറത്ത് കിടക്കുന്ന മലകളാണ് ആ കാണുന്നത്. ഓക്കെ, എന്താ അതിന് പറയാ, വിജയകൂട്ടം പറഞ്ഞാൽ അതിൽ ഒന്നും പറയാനില്ല. അത്രയും ഗംഭീരമായിട്ടുണ്ട്.
അപ്പോൾ ഇതുവഴി വരുമ്പോഴുള്ള മൂന്നാമത്തെ വ്യൂ പോയിൻ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി സീനറിയാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി സീനറിയാണ് കിട്ടുന്നത്. നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ കാറ്റും കൂടെ നിന്നാൽ ശരിയാവില്ല, അടുത്ത വ്യൂ പോയിൻ്റ് തേടി പോകാം. മഹീന്ദ്രൻ്റെ താറ് വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി വരുന്നുണ്ട് അവിടെ അങ്ങോട്ട്. ഇവ പൊളിച്ച് ഇതുപോലെ നല്ലൊരു വണ്ടിയൊക്കെ എടുത്ത് ഒരു റൈഡിനൊക്കെ വരുന്ന ആൾക്കാർക്ക് വരാട്ടോ, വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഈ റോഡിന് അങ്ങനെ വരുന്നൊരു ആ റൈഡ് എന്തായാലും നിങ്ങൾക്ക് മുതലാവും. ഈ റോഡിന് നേരെ ചെല്ലുന്നത് മിനി ഊട്ടിയുടെ പ്രധാന ലൊക്കേഷനിലേക്കാണ്. മിനി ഊട്ടി എന്നും പറഞ്ഞ് ഫോട്ടോയിലും വീഡിയോയിലും യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു പ്രധാന ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഈ എത്തുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊന്നും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും എല്ലാ സ്ഥിതിഗതികളൊക്കെ മാറി. അത്യാവശ്യം വേണ്ട ചായയും ലഘു കടികളും ഉപ്പിലിട്ടത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഐസ്ക്രീം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ചായ, ഓംലെറ്റ്, ലഘു കടികൾ ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് കയറി ആരും ഒന്നും കിട്ടൂല എന്നുള്ള ബേജാറൊന്നും വേണ്ട, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ഊട്ടിയുടെ പ്രധാന ലൊക്കേഷനും ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നത്. ഇതാണ് ആ സ്ഥലം. ഒരു സൈസ് വള്ളിയാണ്. ആ വള്ളി മൊത്തത്തിൽ പടർന്നിട്ട് ഒരു പച്ചപ്പ് പോലെ ഇങ്ങനെ ഒരു കർവ് പോലെ കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിനി ഊട്ടി ഒരു പ്രത്യേക വ്യൂ പോയിൻ്റ് മാത്രമല്ല, നമ്മളിപ്പോൾ 3 വ്യൂ പോയിൻ്റ് കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട്. ആ മല കയറാൻ പറ്റുന്ന ആൾക്കാർക്ക് കുറച്ച് റിസ്ക്കിയാണ്. അത് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇനി ഞാൻ പറയുന്നത് ഇവിടേക്ക് ബൈക്കിൽ ചീറിപ്പാഞ്ഞ് വരുന്ന ഫ്രീക്കന്മാരോടാണ്. ഇവിടെ കുറേ പാർക്കോർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടുന്ന് വരുന്ന ഒരുപാട് ലോറികളുണ്ട്. ഇതുപോലത്തെ ഹലാക്കിൻ്റെ ലോറികളാണ്. അപ്പോൾ നിങ്ങൾ പിടുത്തമിട്ട വരവെന്ന് കഴിഞ്ഞാൽ വളവെന്നൊക്കെ കണ്ടാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ അടിക്ക് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യുക. ഇതുപോലെ ലോറികളൊക്കെ പോകുന്ന റോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറിക്കാനോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് കയറാം. പക്ഷേ ആ പ്ലാസ്റ്റിക് ഒന്നും അവിടെ കൊണ്ടുപോയിടരുത്, തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഈ മല കയറാൻ തുടങ്ങുകയാണ്. കയറി പോകണം. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം കയറാൻ പറ്റുന്ന ആൾക്കാരൊക്കെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. ആ കാണുന്ന പാറ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വഴിയുണ്ട്. അതൊക്കെ പിടിച്ച് വേണം കയറാൻ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. കയറാൻ പറ്റുന്ന ആൾക്കാർ കയറി പാറപ്പുറത്തൊക്കെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല രസമുണ്ട് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കയറുകയാണ്. അത് കയറി വരുമ്പോൾ ഈ പാറൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ സ്ഥലം കയറണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ക്യാം ഓഫാക്കിയിട്ടല്ലാതെ നടക്കില്ല. അപ്പോൾ ഈ വേരൊക്കെ പിടിച്ച് വേണം കയറണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് കടമ്പ ഞാൻ കടന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാനുണ്ട്. അടുത്ത കടമ്പെത്തി. ആ പാറ കയറിയിട്ടുള്ള അടുത്ത പാറയാണിത്. ഇതും കയറണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ക്യാം ഓഫാക്കിയിട്ട് അവിടെ ആ പാറൻ്റെ അതേ സൈഡിലൊക്കെ പിടിച്ചിട്ട് വേണം കയറാൻ. ഞാൻ നേരത്തെ താഴ്ന്ന് കാണിച്ചിരുന്ന ആ പാറൻ്റെ മുകളിലാണ് അവരിയ്ക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാൻ സുഖമാണ്. ഇവിടെ ഒരു പാറണ്ട്, അതിൻ്റെ മുകളിലും ആളുണ്ട്. എല്ലാത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആസ്വദിക്കുകയാണ് കാഴ്ചകൾ.
പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടവഴികളുണ്ട് കേട്ടോ, അങ്ങനെ മുകളിലോട്ട് കയറിപ്പോവാം. അപ്പോൾ നമ്മൾ ആ കണ്ട കാട്ടുവഴിയിലൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാറ്റുള്ളതിനെ കൊണ്ട് വല്ലാതെ അങ്ങോട്ടൊരു ഇത് തോന്നുന്നില്ല. ഇത് കണ്ടോ, വള്ളിപ്പടർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കാവിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ്. നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല തണുത്ത ക്ലൈമറ്റാണ്, നല്ല അടിപൊളി കാറ്റുണ്ട്. കണ്ടോ, ശരിക്കൊരു പ്രേത സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് മുകളിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അപ്പുറം ഭാഗത്തു കൂടെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. അതിലിങ്ങനെ ബൈക്കായിട്ട് വരണം എന്നുള്ളവർക്ക് അങ്ങനെ വരാം. വരണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ബൈക്കൊക്കെ അവിടെ വെച്ച് എന്താ പറയുക, ഇങ്ങനെ നടന്ന് കയറാം. ഒരു ട്രക്കിങ് പോലെ, ചെറിയൊരു സ്മോൾ ട്രക്കിംഗ് ആണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും വ്യൂ തന്നെയാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ പറഞ്ഞ അതേ സംഭവങ്ങൾ ഞാനിവിടെ കണ്ടു. എന്താ കണ്ടോ, വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് വേസ്റ്റുകൾ, അതായത് ലേസിൻ്റെ അങ്ങനത്തെ കവറുകൾ, മറ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന കവറുകൾ, പ്ലേറ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ചവറുകൾ ഇവിടെ വാരി വിതറിയിട്ടിരിക്കുക. നിങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നത് കണ്ട അവിടെയൊക്കെ ഫുള്ള് നിങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ച ഇവർക്ക് സംഭാവന കൊടുത്തു പോയ സംഭവങ്ങളാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ജനറേഷനും ഇതൊക്കെ കാണാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൂക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാടുകളിലേക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കോ കയറുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തിരിച്ച് റിട്ടേൺ കൊണ്ടുപോകുക, ഇവിടെ കൊണ്ടുവന്നിടരുത്. അതുപോലെ തന്നെ കണ്ടു, ഒരു മാസ്ക് ഒരാളിട്ട് പോയിട്ടുണ്ട്. എന്തതിനൊക്കെ പറയുക, മാസ്ക് വരെ എടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയെ ഇങ്ങനെ നിലനിന്ന് എന്നും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പം അതൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. വരുന്നതിനും കാണുന്നതിനൊന്നും തടസ്സമില്ല, ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകാനുണ്ട്. അവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അങ്ങോട്ടെത്തണം.
എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും നല്ല കാറ്റും അടിപൊളി തണുത്ത കാറ്റും. എല്ലാവർക്കും വന്ന് കാണട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് വേണ്ട, ഫീ വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ പ്രകൃതിയെ നമുക്ക് ആസ്വദിച്ചിറങ്ങി. എൻ്റെ കൂടെ വന്നാൾ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞോട് താഴെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഇനി ഇവിടുന്ന് വല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്നവർക്ക് പോവാം. ഫ്രഷ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് പോകുന്നവർക്ക് അവിടെ ഇരുന്ന് നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സൂര്യാസ്തമയം കാണാം. അടിപൊളി വ്യൂ ഉണ്ട്. അത് ചെരുപ്പടി മലയാണ്. അവിടേക്ക് നമുക്ക് പോവാം. ഇതിങ്ങനെ നമ്മൾ തിരിച്ച് റിട്ടേൺ തന്നെ വന്നതാണ്. ഇവിടെ വന്നാൽ ഇതുപോലെ ഇങ്ങനെ ഒരു 3 കൂടിയ ജംഗ്ഷനാണ്. ആ റോഡ് നമ്മൾ വന്ന റോഡാണ്. അതായത് മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് കയറി വരുന്ന ആ റോഡാണത്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ചെരുപ്പടിമല പോകുന്നത്. അത് കോളനി റോഡിൽ നിന്ന് കയറി വരുന്ന റോഡാണ്. അതിന്ന് ഒരു ചെറിയൊരു ഡൈവേഷൻ ഉണ്ട്. ഈ റോഡിന് നേരെ പോയിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് പിന്നെ നമ്മൾ തിരിയണം. ആ തിരിഞ്ഞിട്ട് നേരെ കയറി ചെല്ലുന്നത് ചെരുപ്പടിമല, തിരുവോണമല. അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിലേക്കാണ്. ഈ 2 മലയും അപ്പുറം നിൽക്കുന്ന 2 മലകളാണ്. അതിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് അടുത്ത വ്യൂ പോയിൻ്റ്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു അടിപൊളി പള്ളിയാണ്. ഇവിടെ ജാമിയ കോളേജ് ഉണ്ട്. അതിൻ്റെ സംബന്ധമായിട്ട് വന്നതായിരിക്കും തോന്നുന്നു. എന്തായാലും പള്ളി അടിപൊളിയാണ്. ഇവിടെ മതിലിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ട്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അടഞ്ഞു കിടക്കുന്ന കടയുടെ ഷട്ടറിൻ്റെ മുന്നിൽ ഈ മതിൽ, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ പള്ളിയുടെ ഈ ഭാഗമൊക്കെ നല്ല ഫുള്ള് കോട മൂടി കിടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തുന്നത് ഇതുപോലൊരു ജംഗ്ഷനിലേക്കാണ്. 3 കൂടി ഒരു ജംഗ്ഷനാണ്. ആ കാണുന്നത് വേങ്ങരയിൽ നിന്ന് വരുന്ന റോഡാണ്. പിന്നെ ഒന്ന് നമ്മൾ വന്ന റോഡ്, താഴോട്ട് നമുക്ക് പോകേണ്ട റോഡ് ചെരുപ്പടിമല കോളനി റോഡ്. ബോർഡ് കാണിച്ചു തരാം. മിനിയൂട്ടി, പൂക്കുട്ടൂർ, മഞ്ചേരി, താഴോട്ട് എയർപോർട്ട്, നെടിയിരുപ്പ്, കൊണ്ടോട്ടി. ഈ റോഡിനാണ് നമ്മൾ വന്നത്. ഏത് മിനിയൂട്ടി, പൂക്കുട്ടൂർ, മഞ്ചേരി. ഈ റോഡിനാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. പിന്നെ ആ കാണുന്നത് വേങ്ങരയിൽ നിന്ന് വരുന്ന റോഡ്. അതായത് പൂളാപ്പീസ്, വേങ്ങര, മലപ്പുറം, കക്കാട് ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരാനുള്ള റോഡാണത് ആ കാണുന്നത്. പിന്നെ നമ്മളീ പോണ ചെരുപ്പടിമലയിൽ ഒരു പെയ്ഡ് സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട്, കീറിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ കാണാം. അക്വാ വേവ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ എന്തെങ്കിലുമൊക്കെയോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളോ എന്തൊക്കെയോ ഗെയിംസോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫിഷ് ഹണ്ടിങ്ങിൻ്റെ ഒരു സ്പോട്ടും ഉണ്ട് ഇതിൻ്റെ അവിടെ തന്നെ, ചെരുപ്പടിമല ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് വേറെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് വീണ്ടും യാത്ര ചെയ്യാം.
ഈ റോഡിന് വന്നു കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു റിസോർട്ടുണ്ട്. മിനി ഊട്ടി ഹിൽ ഗാർഡൻ റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ എന്തൊക്കെയോ നാട്ടു ചികിത്സകളോ ആയുർവേദ ചികിത്സകളോ ഒഴിച്ചിലോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ ഉണ്ട്. ബോധി മർമ്മ നാട്ടുവൈദ്യ ചികിത്സാലയം എന്നാണ് ഇതിൻ്റെ പേര്. ഒരു റിസോർട്ടും കൂടിയാണ്. ഇവിടെ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ചെരുപ്പടി മലയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെയും രണ്ട് സൈഡും നിറയെ കാടും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, ഒന്നും പറയാനില്ല. തണുത്ത ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. സമയം കുറച്ച് വൈകിട്ടുണ്ട്, സൂര്യാസ്തമയത്തിനൊക്കെ സമയമായിട്ടുണ്ട്. കണ്ടില്ല, രണ്ട് വശവും കാടാണ്. ഈ റോഡിന് നേരെ പോയിട്ടാണ് ഇനി നമുക്ക് തിരിയാനുള്ളത്. ലെഫ്റ്റിലോട്ട്, ഈ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് നമുക്ക് ചെരുപ്പടി മലയിലോട്ട് കയറാനുള്ളത്. ഇത് നേരെ ചെല്ലുന്നത് ചെരുപ്പടി മലയുടെ താഴെ ഭാഗത്തേക്കാണ്. നേരത്തെ നമ്മൾ മീനൂട്ടിൻ്റെ പ്രധാന ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കണ്ട താറാണ് ഇപ്പോൾ റിട്ടേൺ പോയത്. അവർ ചെരുപ്പടി മല പോയിട്ട് റിട്ടേൺ വരികയാണെന്ന് തോന്നുന്നു. ചെരുപ്പടി മലയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു പാറക്കോറിയുണ്ട്. ഇറങ്ങി കുളിക്കണവർക്ക് കുളിക്കാം. നല്ല ആഴമുള്ള കോറിയാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അസ്തമിച്ച് തുടങ്ങി സൂര്യന്. പിന്നെ അവിടെ ആ മലയുടെ ആ ഭാഗത്താണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേൻ്റെ ഒരു എൻഡ് ഇവിടെയാണ് കിടക്കുന്നത്. ഫ്ലൈറ്റ് വരുമ്പോഴേ അവിടെ ഒരു റൺവേ ഉണ്ടെന്നുള്ളത് അറിയുള്ളൂ, അല്ലെങ്കിൽ നല്ല പവറുള്ള ക്യാമറ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ പോലീസ് ഉണ്ടെന്നും അവിടെ നിന്ന് ആളുകളെ ആട്ടി ഓടിക്കുന്നുണ്ടെന്നും ചെറിയൊരു വിവരം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നോക്കട്ടെ. അവിടെ അങ്ങ് ദൂരെ ആ താഴെ ഒരു നിരന്ന് കിടക്കുന്ന ആ മലയുണ്ടല്ലോ, ആ മലയാണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ റൺവേ. മുകളിലോട്ട് കുറച്ചുകൂടെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ്. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സൂര്യൻ കുറച്ചുകൂടി താന്നിട്ടുണ്ട്. എങ്കിലും എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന നല്ല ഒന്നാന്തരം കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് പോലീസ് വരിക എന്ന് പറയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോലീസ് പെട്ടെന്ന് വന്നു. ഞങ്ങൾ വണ്ടി എടുത്ത് ഓടേണ്ടി വന്നു. ഞങ്ങളെ പോലെ തന്നെ ഓടുന്ന ഒരുപാട് പേര് അങ്ങനെ മുന്നിലുമുണ്ട്, ഞങ്ങൾ പിന്നിലുമുണ്ട്. ഇതുപോലെ തന്നെ പോലീസ് ജീപ്പ് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ വണ്ടി എടുത്ത് ഓടുക ചെയ്തത്. കാരണം ഇനി അവർ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അവർ സെർച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു ഫൈനുള്ള വക അവരുണ്ടാക്കും.
അപ്പോൾ ചെരുപ്പടി മലേൻ്റെ മുകളിലോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കൂടുതലായിട്ടും ഇതൊക്കെ തന്നെ അവിടെ കാണാനുള്ളൂ. സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചകളും ഒക്കെ തന്നെ കാണാനുള്ളൂ, പിന്നെ സീനറികളും കാണാനുള്ളൂ. എന്തായാലും ഒരു മിനിയൂട്ടിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കാഴ്ചകൾ ഫുള്ള് കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി റോഡ് നേരെ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് കോളനി റോഡിലേക്കാണ്. കോളനി റോഡ് എന്ന് പറയുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിലുള്ള സ്ഥലമാണ്. നേരെ ഹൈവേയിലേക്കാണ് ഈ റോഡ് ഇനി ചെന്ന് കയറുന്നത്. അപ്പോൾ ഒരു റൈഡൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, മിനി ഊട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു തിരഞ്ഞെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു റൂട്ടാണ് മുസ്ലിയാരങ്ങാടി വഴി കയറുക, കോളനി റോഡ് വഴി തിരിച്ചിറങ്ങുക. നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാനുള്ളത്, നല്ല അടിപൊളി സീനറികളാണ് കാണാനുള്ളത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട്, നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഒരു മഴ പെയ്ത് തോരുന്ന സമയമൊക്കെയാണ് കയറുന്നതെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു വയനാട് കയറുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഇതിവിടെ കോളനി റോഡിലുള്ള ഒരു ഈവനിങ് കഫേയാണ്. നല്ല അടിപൊളി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതെന്താ വൈറ്റ് സോസോ? ഏട്ടാ ഇതെന്താ? ഗാർലിക് മയോണീസാ? ഇത് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കിടിലൻ വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും ആദ്യം ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോസുമായി വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.